പുഷ്പ 2 സിനിമയുടെ റീലോഡ് വെർഷൻ ഈ വരുന്ന വ്യാഴാഴ്ച ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് തുടങ്ങും. 3 മണിക്കൂറും 44 മിനിറ്റുമാണ് പുഷ്പ 2 സിനിമയുടെ നിലവിലെ ഡ്യൂറേഷൻ. മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ട്രെയിലറിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. ഈ വരുന്ന 31-ാം തീയതിയാണ് ഈ ഒരു സിനിമയുടെ റിലീസ്. ബേസിൽ ജോസഫും സജിൻ ഗോപും പ്രധാന വേഷത്തിലെത്തുന്ന പൊന്മാൻ എന്ന സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് സിനിമയുടെ റിലീസ്. ഉണ്ണിമുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ടർബോ സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയുടെ അടുത്തൊരു മാസ് കൊമേഴ്ഷ്യൽ സിനിമ വരുന്നു. നിതീഷ് സഹദേവാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരിയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം. മമ്മൂക്കയുടെ ഡൊമിനിക് സിനിമയുടെ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ 4 ദിവസം കൊണ്ട് 6,33,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,45,00,000, ഓവർസീസിൽ 7 കോടിയോളം രൂപയുമാണ് ഡൊമിനിക് സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് 14,78,00,000. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.